എൻ്റെ പേര് റജില. എന്താ പറയാ, കോഴ്സിനെ കുറിച്ചിട്ട് അല്ലെങ്കിൽ എന്താണ് ഒരു ചെറിയ എന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ടോ? ചെറിയ മാറ്റമല്ല, വലിയ മാറ്റമാണ്. കല്യാണം കഴിഞ്ഞിട്ട് 19 വർഷമായി. പക്ഷെ ഞാൻ എൻ്റെ സ്വന്തം തീരുമാനം എടുക്കാൻ തുടങ്ങിയിട്ട് 2 വർഷമായിട്ടുള്ളൂ. പക്ഷെ അതിന് തുടക്കം സാറാണ്. കാരണം ഞങ്ങൾ വീട്ടിലൊരു ഫംഗ്ഷൻ കഴിഞ്ഞ് വീട്ടിലെത്തി സംസാരിച്ച്, പിന്നെ ഞാൻ അന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു സ്വന്തമായിട്ട് തീരുമാനിക്കുക, എഴുതി വയ്ക്കുക, അങ്ങനെയൊക്കെ ചെയ്യാൻ പറഞ്ഞു. പക്ഷെ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കോഴ്സ് ഫാഷൻ ഡിസൈനിങ് ആണ്. അങ്ങോട്ട് ഞാൻ ഇപ്പോഴും എത്തിയിട്ടില്ല, പക്ഷെ എത്തും. പക്ഷെ അതിൻ്റെ ഇടയിൽ ഞാൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ഞാൻ ജോലി മേടിച്ച് ഇപ്പം ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. 1.5 വർഷമായി ഞാൻ ഇപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എന്താ പറയുക, താങ്ക് യു. പിന്നെയെന്ന് പറഞ്ഞാൽ നമ്മൾ മക്കളെ ഒരുപാട് മറ്റുള്ള കുട്ടികളായിട്ട് കമ്പയർ ചെയ്തിരുന്നു. എൻ്റെ മോനെ ഇപ്പോൾ 18, ഇപ്പോൾ +2 കഴിഞ്ഞു. പക്ഷെ അവനെ ഞാൻ ഒരുപാട് കമ്പയർ ചെയ്തിരുന്നു. ഇപ്പം അതിൽ നിന്ന് മാറ്റം വന്നു. പക്ഷെ ടൈം ഒരുപാട് വഴുകി. പക്ഷെ എന്നാലും ഇപ്പം അതിൽ നിന്നൊരു മാറ്റം നല്ലോണം വന്നിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, മോൾക്ക് ഞാൻ എന്താ പറയുക, എൻ്റെ മക്കൾ അവരുടെ കാര്യങ്ങളെന്ന് വിചാരിച്ചിട്ടാണ് എൻ്റെ ലൈഫ് ഇത്രയും ജോലിക്ക് നോക്കാതെയും പോവാതെയും എല്ലാം ഞാൻ മാറ്റി വെച്ചത്. പക്ഷേ ഈ ഒരു മോൻ്റെ കാര്യത്തിൽ അങ്ങനെ ആയിരുന്നു. പക്ഷെ മോള് ഇപ്പോൾ അവളുടെ കാര്യത്തിന് പ്രാപ്തയാണ്. അവൾ സ്വയം കാര്യങ്ങൾ ചെയ്യും. ഞാൻ അവരെ 2 പേരും വീട്ടിലാക്കിയിട്ട് ഞാൻ മലപ്പുറത്ത് പോയിട്ടാണ് ഞാൻ ക്ലാസ് കഴിഞ്ഞ് വന്നിരുന്നത്. ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ പഠിച്ച് ഞാൻ മലപ്പുറം പോയിട്ടാണ്. പക്ഷെ അതെനിക്ക് പോകണം, എനിക്ക് യാത്ര ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ്. പക്ഷെ അങ്ങനെ ഒരു സിറ്റുവേഷനൊന്നും എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടായിരുന്നില്ല. അപ്പം എനിക്ക് പോകണം, പഠിക്കണം, ഒരുപാട് എതിർപ്പുകളൊക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ എന്നാലും എനിക്ക് പോകണം എന്നുള്ളൊരു ആഗ്രഹം, പോകണം, പഠിക്കണം. ഓൺലൈൻ ക്ലാസ് ഈ പറഞ്ഞ പോലെ കുറച്ച് മടിച്ചാണ്. ഓൺലൈൻ ക്ലാസ് ഞാൻ ശരിക്കും കേൾക്കില്ല, പഠിക്കില്ല. വീട്ടിലെ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുമ്പോൾ അത് ഓണാക്കി വെക്കും. അപ്പോൾ അതോടും കൊണ്ട് എനിക്ക് കോൺഫിഡൻസ് വരാൻ വേണ്ടി ഞാൻ പോയി പഠിച്ചതാണ്. അത് പോയി തുടങ്ങിയപ്പോൾ മക്കൾ അവരെ കാര്യങ്ങൾ സ്വയം ചെയ്തു തുടങ്ങി. അപ്പോൾ എനിക്ക് ചിന്ത വന്നു, ഞാനിത് കുറച്ചുകൂടി മുന്നേ നോക്കിയിരുന്നെങ്കിൽ എൻ്റെ മോൻ കുറച്ചും കൂടിയും ആ മോളെ പോലെ കുറച്ചും കൂടിയും അവൻ്റെ കാര്യങ്ങൾ ചെയ്യാൻ പ്രാപ്തമായിരുന്നു എന്നുള്ളത് എനിക്ക് ചിന്ത വന്നിരുന്നു. പക്ഷെ അപ്പോഴൊക്കെ സമയം വൈകി. അവനിപ്പോഴും എന്നെപ്പോലെ പേടിച്ചിരിക്കുന്ന ഒരാളാണ്. ഒറ്റയ്ക്ക് അങ്ങോട്ട് ഇറങ്ങാറായിട്ടില്ല. പക്ഷേ ഇനി അങ്ങോട്ട് ഇറങ്ങുന്നുള്ളൊരു വിശ്വാസത്തിലാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷെ അവൾ ഒറ്റയ്ക്ക് അവളുടെ കാര്യങ്ങൾ ചെയ്യാനായി, പോവാനായി, വരാനായി, അങ്ങനെയുള്ള ഒരു സിറ്റുവേഷനിൽ എത്തിയിട്ടുണ്ട്. പക്ഷെ അതിന് ഞാൻ ഏറ്റവും കൂടുതൽ താങ്ക്സ് പറഞ്ഞ ഷാജിത്താടാണ്. ഞാൻ ആദ്യമായിട്ട് മനസ്സോർത്ത് സംസാരിച്ചത് ഷാജിത്താടാണ്. ഞാൻ എൻ്റെ കാര്യം സാറിനോട് സംസാരിച്ചപ്പോൾ ഞങ്ങൾ ബ്രദർ സിസ്റ്ററാണല്ലോ, അപ്പോൾ എനിക്ക് പറയാൻ പറ്റില്ല, ഞങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ അതിനൊരു ഇത് വരുമല്ലോ എന്ന് പറഞ്ഞിട്ട് നമ്പർ തന്നിട്ട് എന്നെയായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഞങ്ങൾ സംസാരിച്ച്. പക്ഷെ ഞാൻ സംസാരിച്ചപ്പോൾ തന്നെ സാഹിത്യം പറഞ്ഞു, നിനക്കൊരു മോട്ടിവേഷൻ ആവശ്യമില്ല, നീ തന്നെ സ്വയം സംസാരിക്കുന്നുണ്ട്, നിനക്കെന്നെ കാര്യങ്ങളൊക്കെ അറിയാം, അതായിട്ട് മുന്നോട്ട് പൊക്കോളാൻ പറഞ്ഞു. ജസ്റ്റ് ഞാൻ അതായിട്ട് അങ്ങോട്ട് മുന്നോട്ട് പോയി. 6 മാസത്തിനുള്ളിൽ പഠിച്ച് സെറ്റായി ഇറങ്ങി. ഞാൻ തന്നെ സ്വയം ജോലിക്ക്, എല്ലാവരും പരിഹസിച്ചിട്ടുണ്ട്, ഈ സമയത്ത് എന്തിനാണ് പഠിക്കണേ, ഈ സമയത്ത് എന്തിനാണ് ജോലിക്ക് പോണ്. ഇപ്പോൾ ഇന്നലെ ഞാൻ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അതിന് വരെ എന്നെ പുച്ഛിച്ചവരുണ്ട്. ഇതെന്ത് കോഴ്സാ, എന്ത് കാര്യത്തിനാ, പിന്നെ 4 മാസം കൊണ്ട് സൈക്കോളജി പഠിച്ചിട്ട് ഇറങ്ങുക, അങ്ങനെ പറഞ്ഞ ഒരുപാട് പേരുണ്ട്. പക്ഷെ അവരുടെ മുന്നിൽ ഇതിലിനി കൂടുതൽ പഠിക്കണം, ഒന്നും കൂടി സെറ്റാവണം എന്നൊരാഗ്രഹം എനിക്കുണ്ട്. താങ്ക് യു.